റഷ്യയുടെ എണ്ണ കമ്പനികൾക്കെതിരെ അമേരിക്കയുടെ ഉപരോധം. 2 കമ്പനികൾക്കാണ് ഉപരോധം. നീക്കം ട്രംപ് പുടിൻ സമാധാന ചർച്ചകൾ ഒഴിവാക്കിയതിനു പിന്നാലെ ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ വെടിനിർത്തൽ അനിവാര്യമാണെന്നും US. പുതിയ കുടിയേറ്റ പദ്ധതി അവതരിപ്പിക്കാൻ കാനഡ. ശാസ്ത്ര നവീകരണ മേഖലകളിൽ വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളെ ആകർഷിക്കും. US-ന്റെ H-1B വിസ ചെലവുകൾ മൂലം ബുദ്ധിമുട്ടുന്ന കുടിയേറ്റക്കാരെ ലക്ഷ്യമിട്ടാണ് കാനഡയുടെ നീക്കം. കേരളത്തിലെ ആദ്യ എയിംസ് മാർച്ചോടെ യാഥാർത്ഥ്യമായേക്കും. പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജനയുടെ അടുത്ത ഘട്ടത്തിൽ ഉൾപ്പെടുത്താൻ ധനമന്ത്രാലയത്തോട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. അംഗീകരിച്ചാൽ അടുത്ത കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപനം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നവംബറിൽ ആരംഭിക്കും. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, പുതുച്ചേരി എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. വോട്ടർ പട്ടിക പരിഷ്കരണം ഫെബ്രുവരിയിൽ പൂർത്തിയാകും. സ്വർണത്തിൽ വീണ്ടും ഇടിവ്. പവന് 600 രൂപ കുറഞ്ഞ് 91,720 ഗ്രാമിന് 75 രൂപ കുറഞ്ഞ് 11,465 രൂപയുമായി. കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ഗ്രാമിന് 705 രൂപയും പവന് 5,640 രൂപയുമാണ് കുറഞ്ഞത്.